ചെയ്തിട്ടുണ്ട്. മോളിപ്പോ പറഞ്ഞു പഠിച്ചതല്ല ഞാൻ ചെയ്യുന്ന ഇപ്പം നൗ യു ആർ ഡൂയിങ് ആസ് ആൻ ആക്ട്രസ്. ശരിക്കും മോള് ബേസ് എന്താ എടുത്തേ? സോ ഞാൻ 11th 12th കഴിഞ്ഞിട്ട് അണ്ടർഗ്രാറ്റ് ചെയ്ത എക്കണോമിക്സ് സോഷ്യോളജിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ പോയി. ഞാൻ അപ്പോൾ പഠിച്ചത് MSc ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഇപ്പം ലോകത്ത് യാതൊരു അല്ല, എന്തുവായിരുന്നു എയിം? ആക്ട്രസ് അല്ലായിരുന്നെങ്കിൽ വോട്ട് യു വാണ്ട് ടു ബിക്കം? ഒരിക്കലും ആക്ട്രസ് ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതായിരുന്നു എങ്ങനെയെങ്കിലും സിനിമയിൽ നിന്ന് മാറി പോകണം എന്നുള്ളതായിരുന്നു എന്റെ വലിയ ആഗ്രഹം. അയ്യോ, ഇതാരും പറയാത്തൊരു ഉത്തരവാണല്ലോ. എല്ലാരും പറയുന്നത് എങ്ങനെയും ഒന്ന് സിനിമയിൽ എത്തിയാൽ മതി എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു പോയിന്റിൽ ഇതിനെ വളരെ എന്താ പറയാ, നമുക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിനെ കുറച്ച് ഇതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് വില അറിയാത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ സിനിമയിൽ ഈ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുക, അപ്പം നമ്മുടെ കുഞ്ഞു മൂവ്മെന്റ്സ് വരെ ആൾക്കാർ വാച്ച് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ഭയങ്കര അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇട്ടു. അപ്പോൾ എപ്പോഴും നമ്മളൊരു സ്ക്രൂട്ടിനിയിലാവുക എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര നല്ല ലൈഫായിരുന്നു സിനിമയ്ക്ക് പുറത്ത്. ഇപ്പോഴും അതെ, ടച്ച് വുഡ്. അപ്പം അതുപോലെ ലൈം ലൈറ്റിൽ നിന്ന് വിട്ടൊരു ജീവിതമായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എന്നെ പറഞ്ഞു പഠിപ്പിച്ച സിനിമ വേണ്ട എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇക്കണോമിക്സ് ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പം ഇക്കണോമിക്സും സോഷ്യോളജിയും പഠിച്ചു ബോംബെയിൽ. അത് കഴിയുമ്പോൾ കോവിഡ് വന്നു. അപ്പോൾ പിന്നെയും സിനിമ ദൃശ്യം 2 അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് കോവിഡ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സിനിമയൊക്കെ ചെയ്തപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇഷ്ടം വേണ്ട, ഇത് അല്ലായിരുന്നു നമുക്ക് വേണ്ടത്, നമ്മൾ വേറെ എന്തോ ആവേണ്ട ആളാണെന്ന് പറഞ്ഞ് ഞാൻ ലണ്ടനിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ദൃശ്യം 3 അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നു. പക്ഷെ തിങ് ഇസ് ഡീപ്പ് ഡൗൺ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ സിനിമ കാണാനും ഇപ്പോൾ സിനിമയിൽ ഞാനൊരു ഭാഗം അല്ലെങ്കിലും ഐ വുഡ് ഹവ് എൻജോയ്ഡ് സിനിമ. അതിൻ്റെ ഒരു മാജിക് എന്നും മനസ്സിലുണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനെ വെറുതെ ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനോട് സത്യസന്ധത പുലർത്തി ഒന്ന് മുന്നോട്ട് പോയി നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമായിരിക്കും ഞാൻ ആ തീരുമാനം എടുത്തത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി ഒരു 2-3 years ഐ വിൽ ഡിവോട്ട് മൈ സെൽഫ് ടു സിനിമ. പിന്നില് നമ്മളിപ്പോ ഡിസിഷൻ എടുക്കുമ്പോ അതിന്റെ പിന്നില് വാട്ട് ദ ഹോംവർക്ക് യു ഡിഡ് അങ്ങനെ എന്തില്ല? ഇല്ല, ഐ തിങ്ക് നമുക്ക് ഉള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നുള്ള ഇപ്പൊ സിനിമയോടുള്ള ഒരു റീകണക്ട് ചെയ്തു സിനിമയായിട്ട്. അതായിരിക്കും ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ 8 വയസ്സ് ആ സമയം തുടങ്ങി ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ 25 years 25 year ആയി. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ വാട്ട് യു ഹാവ് ലേൺ ഫ്രം സിനിമ? ലോഡ് ഓഫ് തിങ്സ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് വരെ സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു കേട്ടോ. കാരണം ഈ പറയുന്ന ഒരു ലെവൽ ഓഫ് നോളജ് അബൌട്ട് തിങ്സ് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എല്ലാം ഇൻറ്ററാക്ട് ചെയ്യുന്നൊക്കെ മോസ്റ്റ്ലി മെൻ ആയിരിക്കും, അതും 10-30 വയസ്സിന് മേലുള്ള ആൾക്കാർ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കേട്ടാണ് ഞാൻ സംസാരിക്കുന്ന രീതി എല്ലാം അങ്ങനെ കുറേ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇഷ്ടമില്ല സിനിമ വേണ്ട എനിക്കത് ഞാൻ എൻ്റെ സ്വയം മനസ്സിൽ പഠിപ്പിക്കുക എന്നൊക്കെ വല്ലപ്പോഴും ലാലേട്ടനടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ അഭിപ്രായം ഒന്ന് അറിയണം. ഇല്ല, ലാലങ്കളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പിന്നെയും ഇങ്ങനെ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ 3യുടെ ഷൂട്ടിന്റെ സമയത്താണ്. അതെന്താണ് ഇത്ര വലിയ സീരിയസ് കോൺവെർസേഷൻ? കാരണം നമുക്ക് പ്രായവും കുറച്ചുകൂടെ മാറി. ഇപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം കുഞ്ഞായിരുന്നു, പിന്നെ ഞാനൊരു ടീനേജർ ആയി, ഇപ്പൊ ഞാനൊരു അഡൽട്ട് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പല സ്റ്റേജസും ലാലേട്ടൻ കണ്ടോണ്ടിരിക്കും. What was advice he gave you? He actually, I don't think he's somebody who give you an advice. അങ്ങനത്തെ ഒരു മൂഡല്ല അങ്കിൾക്ക്. പിന്നെ എനിക്ക് അറിയാമായിരിക്കും പുള്ളി നമ്മളെക്കാൾ ചെറുപ്പമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു സീരിയസ് ടോപ്പിക്കിലേക്ക് പോവെങ്കിലും നേരെ വന്ന് കുഞ്ഞു പിള്ളേർ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കും ലാലങ്കിള് പറയുന്നത്. അപ്പം അഡ്വൈസ് ആയിട്ടില്ല, പക്ഷെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളങ്ങനെ ഫുൾ സംസാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആലോചിക്കും ആ സമയത്തൊക്കെ ഫാൽക്കെ അവാർഡ് കിട്ടിയ ഒരു ടൈമായിരുന്നു അങ്കിൾക്ക്. നമ്മൾ ദൃശ്യം 3 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉറക്കവും ഇല്ല, റെസ്റ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ട് പോകുന്നു, റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഞാൻ വെച്ചു വേറെ പണിയൊന്നുമില്ലേ, ഒന്ന് അടങ്ങിയിരുന്നൂടെ. അപ്പം പറഞ്ഞു എന്ത് ചെയ്യാനാ, ഇതാണ് എൻ്റെ ലൈഫ്. സോ ഞാനത് എൻജോയ് ചെയ്യാൻ പഠിച്ചു. എനിക്ക് സിനിമ ഇല്ലാത്തൊരു ലൈഫ് ആലോചിക്കാൻ പറ്റില്ല. സോ അപ്പം he see it as a blessing. എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ജോലിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. സോ അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ എന്തോരം കാര്യങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യും, ഓരോ ദിവസം കംപ്ലൈന്റ്സാ. ഇപ്പൊ ആക്ട്രസ് അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മളിപ്പം
സ്ക്രിപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ആവാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആവാം, എന്തെങ്കിലും അത് ചെയ്യണം എന്നോ പഠിക്കണം എന്നോ ഒക്കെ ആഗ്രഹം തോന്നിയില്ല? ഡിറക്ഷൻ ഇഷ്ടമുണ്ട്, അതായത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം എൻ്റെ റൂംമേറ്റ് ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആളുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിഷൻ ക്ലിപ്പ് വരുമ്പോൾ സജഷൻസ് കൊടുക്കുകയും ഇങ്ങനെ ചെയ്തു നോക്ക്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ റോൾ എടുക്കുന്നത് ഇഷ്ടമായിരുന്നു. എത്രത്തോളം ഇപ്പം ആൾ ഫൈനലി സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ വലിയ സന്തോഷം, നമ്മളൊക്കെ തുടക്കത്തിൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു റോൾ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. എത്രത്തോളം നന്നാവും അറിയില്ല, പക്ഷെ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഓക്കെ. അല്ല, ശരിക്കും എനിക്ക് മോളോട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ you have traveled a long time. അപ്പൊ you may know the changes what happened in cinema. That means ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് ജെൻസി പറയുന്നുണ്ട്. അല്ലാതെ ഞങ്ങളൊക്കെ അഭിനയിച്ച സമയത്തും യു വേ ദെൻ. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആ ഒരു ജേർണി, ദ ചേഞ്ച് ഇൻ സിനിമ, അത് എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്തു? ഭയങ്കരമായിട്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് വെൻ ഐ ലുക്ക് ബാക്ക് ഭയങ്കര റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്ത പോലെ തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന ടൈമിൽ ഇറ്റ് വാസ് ജസ്റ്റ് മോസ്റ്റ്ലി മെയിൽ ടെക്നീഷ്യൻസ്. നമുക്ക് എല്ലായിടത്തും ചേട്ടന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വി ഹാവ് സോ മെനി ഫീമെയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ക്യാമറ ടെക്നീഷ്യൻസ്, കുറേ പേര്. ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ദൃശ്യം 3 ആണ് ഒബ്വിയസ്ലി ചെയ്തത്. നമുക്ക് തന്നെ സെറ്റിൽ ഒത്തിരി പേരുണ്ട്. അപ്പം അത് വലിയൊരു ചേഞ്ചാണ്. അല്ലെ അവർക്ക് വേണ്ട അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് കണ്ടത്. ഇതിനിടയിലുള്ളൊരു പീരീഡ് ഉണ്ടായിരുന്നു, ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പീരീഡ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ അതിനുവേണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ അമ്മ അസോസിയേഷനിൽ ഒത്തിരി വർഷമായിട്ടുണ്ട്. അപ്പം അന്ന് കുറേ വർഷം മുന്നേ പാർവതി ചേച്ചി അങ്ങനെ ഒരു അപ്പീൽ നടത്തിയത്, വാഷ്റൂംസ് വേണം എന്ന് പറഞ്ഞു. സോ ആ ഒരു ടൈം കണ്ടിട്ടുണ്ട്. സോ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഇനിയും ഒരുപാട് ചേഞ്ച് ആവാനുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കണ്ടിട്ടുണ്ട്, ആ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലോണം കൂടെ പോയതല്ലേ, സിനിമയുടെ കൂടെ പോയി യു ക്യാൻ ഫീൽ ദാറ്റ് ചേഞ്ച് ഓൾസോ. ബട്ട് ജസ്റ്റ് ദാറ്റ് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എനിക്കങ്ങനെ, ഞാനൊരു മിയർലി ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനകത്ത് എത്രത്തോളം എനിക്കൊരു ഇപ്പം നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു പാർട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനായിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക്.